ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, നേരെ ഒരുപാടായി. എന്നാ നിങ്ങൾ പോയിക്കോ. ദേ നല്ല മഴ വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? വിക്രം, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മഴ പെയ്യില്ലായിരിക്കും. മഴ പെയ്താ പാവം നിരഞ്ജനം നനയും. മോളെ 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 വന്ദനമ്മേ. മോളെ 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 നീ ഇത് എവിടെയായിരുന്നു? ഇത് ആരുടെ കൂളിംഗ് ഗ്ലാസ്സാ? ഇത് നിരഞ്ജൻ അങ്കിളിന്റെ കൂളിംഗ് ഗ്ലാസ്സാ. നമ്മൾ അന്ന് വന്നപ്പോ കണ്ടത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അവൾക്കിത് എവിടെ നിന്നാ കിട്ടിയത്? അവിടെ മുറ്റത്തിടന്ന് കിട്ടിയതാ. കണ്ണട വെക്കുന്ന ആളാണെങ്കിൽ അതെപ്പോഴും കൈ കൊണ്ട് നടക്കും. അത് പിന്നെ എന്തു പറ്റി വിക്രം? ഇത് നിരഞ്ജൻ മറന്നതാണോ? അതോ ഇനി കൂട്ടുകാരന് തന്നിട്ട് പോയതാണോ? അതെ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവനെ ചോദിച്ചു വാങ്ങിയതാ. അതൊക്കെ തന്നേക്കെ മോളെ. എന്നാലും നല്ലൊരു കണ്ണട അലക്ഷ്യമായിട്ട് മുറ്റത്തൊക്കെ കൊണ്ടിടാന്ന് വെച്ചാ. പിന്നെ ബുദ്ധിമുട്ട് ചൊല്ലി ക്ഷമിക്കണം. വർഷയുടെ മെന്റൽ ഷോക്ക് മാറുന്നതിനുള്ള കൗൺസിലിംഗ് ഉടനെ തുടങ്ങണം. അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ച് ടെൻഷൻ അടിപ്പിക്കാതിരുന്നാ മതി. അയ്യോ, നേരെ ഒരുപാടായി. എന്നാ നിങ്ങൾ പോയിക്കോ. ദേ നല്ല മഴ വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? വിക്രം, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മഴ പെയ്യില്ലായിരിക്കും. മഴ പെയ്താ പാവം നിരഞ്ജനം നനയും. അല്ല, നിരഞ്ജൻ അങ്ങ് എത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്താ കാണാം? വാ.
വിക്രമിന്റെ ഓരോ ചലനങ്ങളിലും എനിക്ക് എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. എന്തോ അരുതാത്തത് വിക്രം അവിടെ ചെയ്തിട്ടുണ്ട്. അയാള് അതിന്റെ ടെൻഷനിലാ. അതൊക്കെ വന്നെനിക്ക് തോന്നുന്നതായിരിക്കും. എന്തൊക്കെയായാലും സ്വന്തം കുഞ്ഞു നഷ്ടപ്പെട്ടതിന്റെ നടുക്കവും വേവലാതിയും ഒക്കെ അയാൾക്ക് കാണാതിരിക്കുവോ? അതിന്റെ ടെൻഷനാവും. എനിക്ക് ഈ അവസ്ഥയിൽ വർഷയെ അവിടെ വിട്ടിട്ട് വരാൻ തോന്നുന്നില്ല. ജഗ, എനിക്ക് പേടിയാവുന്നു. അല്ല, ഏതൊരു ബോഡിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ. അതെ, മുത്തശ്ശിയും വർഷയും ഞാൻ ഒറ്റയ്ക്കല്ലേ ആംബുലൻസ് കയറ്റിയത്. ഓ, ബോഡിയിൽ ഒരു കൊളുത്തു വീണതുപോലെ. വിക്രം എന്തിനാ വെറുതെ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? അവള് നല്ല മയക്കത്തിലാ. ഇപ്പൊ ഉണർത്താൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വന്നാ മതി. പാവം ഉറങ്ങിക്കോട്ടെ. എനിക്ക് പേടിയാവുന്നു. ഈ അവസ്ഥയിൽ വർഷ അവിടെ നിന്ന വർഷയ്ക്ക് എന്തേലും സംഭവിക്കും. ഇല്ല, ഒന്നും സംഭവിക്കില്ല. നീ പറയുന്നത് പോലെ അവിടെ എന്തെങ്കിലും ദുരൂഹ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വർഷ ഇന്ന് അവിടെ സേഫ് ആയിരിക്കും. ഉറപ്പ്. ജഗ, വന്ദന ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. ജഗ, നിരഞ്ജൻ അവന്റെ കൂളിംഗ് ഗ്ലാസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിരഞ്ജൻ അവിടം വിട്ട് എങ്ങും പോയിട്ടില്ല. ദിയമോൾ ഉറങ്ങി. ഹരിതയ്ക്കും വർഷമോക്കും ഒരേ ദുരന്തം തന്നെ സംഭവിക്കുക. ഈശ്വര, ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യോഗം രണ്ടുപേർക്കും ഉണ്ടായില്ല. വയസ്സുകാലത്ത് പേരക്കുട്ടികളെ ലാളിക്കാനുള്ള യോഗം നമുക്ക് വെറും സ്വപ്നം മാത്രം. ഇതിന് തക്കവണ്ണം എന്ത് മഹാഭാവ ചന്ദ്രു നമ്മൾ ചെയ്തു കൂട്ടിയത്. അത് വിട്ട ഒരു പേരക്കുട്ടിയെ ലാളിച്ച മതിയെന്നാവും ചിലപ്പോ ദൈവനിശ്ചയം. മാനത്തെ കൊട്ടാ